ഇത് അപ്പോൾ എനിക്ക് ഇന്ന് ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ ഈ സ്വർണ്ണ പാളി കവർച്ച ശബരിമലയുമായി ബന്ധപ്പെട്ട് കുറേ ദിവസങ്ങളായി തന്നെ കേൾക്കുന്നു അല്ലേ. അപ്പോൾ ഈ എന്താ പറയുക, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് നമുക്ക് വ്യക്തമായി മനസ്സിലായ ഒരു ചിത്രം എന്ന് പറയുന്നത് അത് എത്രമാത്രം ജനങ്ങളുടെ ഉള്ളിൽ ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലായത് ആ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഭാഗത്ത് കുറേ ദിവസങ്ങളായിട്ട് CPM മാത്രമാണ് പ്രതിക്കൂട്ടിൽ നിന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് മാറി പതുക്കെ അത് ഇടതിലേക്കും വലതിലേക്കും ഒക്കെ വ്യാപിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ BJP ഭാഗത്തു നിന്നും ഇത്തരത്തിൽ സ്വർണം കട്ടത് ഇടതാണെങ്കിൽ വിറ്റത് വലതാണെന്നൊക്കെ രീതിയിലുള്ള കുറേ പാരഡി ഗാനങ്ങളൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ അവസരം എല്ലാവരും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് ഇതിനെ മുതലാക്കുക, അതായത് ഈ ജനവികാരത്തെ ഒന്ന് മുതലാക്കുക എന്ന് എല്ലാവരും ശ്രമിക്കുന്നുണ്ട്, എല്ലാ പാർട്ടികളും. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതിന് വിദ്യ പറഞ്ഞതിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്, ഈ സ്വർണ്ണക്കൊള്ള കേസ് ഒരു മുതലെടുപ്പിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ തലയിലേക്ക് ഇടുക എന്നുള്ള നിലയിലേക്കാണ് CPM ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. അതായത് CPMകാർ മാത്രമാണ് ഈ സ്വർണ്ണക്കൊള്ള നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് വോട്ട് തേടുമ്പോൾ, അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളക്കാർ CPMകാരാണ് എന്നൊരു പാട്ട് വെച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം UDF ഉണ്ടാക്കിയപ്പോൾ അതിനെ അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് ഡാമേജ് കുറയ്ക്കുക, ഒരു രക്ഷാപ്രവർത്തനം എന്നൊക്കെ പറയാവുന്ന ഒരു പരിപാടിയാണ് ആദ്യഘട്ടത്തിൽ CPM ചെയ്യുന്നത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അതിനുവേണ്ടി നേരിട്ട് ഇറങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ കാണേണ്ട കാര്യം, സോണിയാഗാന്ധിക്ക് സ്വർണ്ണക്കൊള്ളയുമായി എന്താണ് ബന്ധം, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനുമൊക്കെ സോണിയാഗാന്ധിയെ പോയി കണ്ടത് എന്തിനാണ്, അതേക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക എന്നാണ് എവിടെയും തൊടാതെ പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനുശേഷം CPMകാർ ചാനൽ ചർച്ചകളിൽ മുഴുവൻ സ്വർണ്ണക്കൊള്ള വിഷയം വരുമ്പോഴേക്കും ഈ സോണിയാഗാന്ധിയെ എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോയി കണ്ടു, ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് CPMന് നേരെ വരുന്ന ചർച്ചകളെ മുഴുവൻ കോൺഗ്രസിൻ്റെ തലയിലേക്ക്, അതും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളല്ല, അടൂർ പ്രകാശിനെയൊക്കെ വിട്ടു, നേരെ സോണിയാഗാന്ധിയുടെ നേരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കടന്നാക്രമണമാണ് CPM നടത്തുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു രക്ഷാപ്രവർത്തനമാണ്. എങ്കിലും ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ ഇടയുള്ള നിലയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ CPM നന്നായി പണിയെടുക്കുന്നു. അതായത് CPM വിലക്കെടുത്തു എന്ന് നമുക്ക് തോന്നുന്ന ചില ചാനലുകൾ, അതുപോലെ തന്നെ CPM BJP ഡീല് CJP എന്ന് പറയുന്ന ഒരു അന്തർധാര പ്രകടമാകുന്ന ചില സാഹചര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഒന്ന് നോക്കുക, ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള വിഷയം കേരളത്തിൽ ഏറ്റവും അധികം ആളിക്കത്തിച്ചത് UDF ആണ്, കോൺഗ്രസ് ആണ്. ഭക്തരെ ബാധിക്കുന്ന, ഹിന്ദു വിശ്വാസികളെ ബാധിക്കുന്ന, ശബരിമല അയ്യപ്പ വിശ്വാസികളെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് പോലും അതിൽ വലിയ കടന്നാക്രമണങ്ങളിലേക്ക്, അതായത് CPMനെതിരെ, പിണറായി വിജയനെതിരെ, സർക്കാരിനെതിരെ വലിയ കടന്നാക്രമണങ്ങളിലേക്ക് കേരളത്തിൽ BJP പോയിട്ടില്ല. എന്നിട്ട് ഒടുവിൽ ഇപ്പോൾ BJP എന്താണ് ചെയ്യുന്നത്? CPMനെ രക്ഷിക്കാൻ ഉതകുന്ന വിധത്തിൽ ഈ കേസിൻ്റെ മുഴുവൻ പഴിയും സോണിയാഗാന്ധിയുടെ കൂടി തലയിലേക്ക് കെട്ടിവെച്ച് CPMന് ശ്വാസം വിടാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ്. ഇന്നലെ K. സുരേന്ദ്രൻ എന്ന BJPയുടെ മുൻ അധ്യക്ഷൻ വന്നിട്ട് വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സ്വർണം കട്ടവര് CPM ആണ്, സ്വർണം വിറ്റവര് സോണിയാഗാന്ധിയാണ്, ഇതിൻ്റെ മുതലെടുപ്പ് നടത്തിയത് ഇന്ത്യ മുന്നണിയാണ്, പണം പോയത് ഇന്ത്യ മുന്നണിക്കാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ CPMനെ മാത്രം ടാർഗറ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരു വിഷയം കോൺഗ്രസിൻ്റെ കൂടി തലയിൽ ഇട്ടുകൊണ്ട് ആ നിലയിൽ CPMനെ രക്ഷിച്ചെടുക്കുക എന്നൊരു കർത്തവ്യം കൂടി കേരളത്തിൽ BJP ചെയ്യുന്നുണ്ട്. അതാണ് ഈ CJP എന്ന് പറയുന്ന ഡീലിൻ്റെ അടിസ്ഥാനമായിട്ട് സകല UDFകാരും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളും ഉയർത്തിക്കാട്ടുന്ന കാര്യം. ഇനി ഇന്നത്തെ ജന്മഭൂമിയിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള, സോണിയാഗാന്ധിയുടെ സഹോദരിയുടെ പുരാവസ്തു വിൽപ്പന കേന്ദ്രം വിവാദത്തിൽ എന്നാണ് പറയുന്നത്. അതിൻ്റെ വാർത്ത, കോൺഗ്രസ് ദേശീയ നേതാവ് സോണിയാഗാന്ധിയും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ സോണിയയുടെ സഹോദരിയുടെ പുരാവസ്തു വിൽപ്പന കേന്ദ്രം വിവാദത്തിലായി. ഇറ്റലിയിലുള്ള സഹോദരി അലക്സാൻഡ്രിയ അക്ക അനുഷ്കയുടെ ഉടമസ്ഥതയിലുള്ള 2 പുരാവസ്തു വിൽപ്പന കേന്ദ്രങ്ങളാണ് വിവാദത്തിലായത്. ഈ പുരാവസ്തു വിൽപ്പന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിരവധി ആരോപണങ്ങൾ ഉയരുകയും സുബ്രഹ്മണ്യൻ സ്വാമി ഉൾപ്പെടെ പരാതികൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നുവെന്ന് പറഞ്ഞിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും, അതായത് സ്വർണം കടത്താൻ നേതൃത്വം കൊടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയും, അതുപോലെ സ്വർണം വാങ്ങിയ ഗോവർദ്ധനും, ഈ ബെല്ലാരിയിലുള്ള മാഫിയ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ സഹോദരങ്ങൾ, മറ്റേ സ്വർണം വാങ്ങിച്ച ആളുകൾ എന്നൊക്കെ പറയുന്ന ആളുകളും ഒക്കെ ആയിട്ട്
സോണിയാഗാന്ധിക്ക് എങ്ങനെ ബന്ധം വന്നു, ആ സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിലൊരു പുരാവസ്തു സ്ഥാപനമുണ്ട്, ഇറ്റലിയിൽ അങ്ങനൊരു സ്ഥാപനമുണ്ട്, അവിടേക്ക് ഈ സ്വർണം കടത്തിയോ എന്ന സൂചന നൽകുന്ന വിധത്തിൽ വളരെ ആധികാരികമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലൊരു വാർത്തയാണ് ഈ പറയുന്ന ജന്മഭൂമി എന്ന BJPയുടെ മുഖപത്രം പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ പറയുന്നൊരു കാര്യം നോക്കുക, ഈ സ്ഥാപനത്തിനെതിരെ 2003 പുരാവസ്തു തട്ടിപ്പ് ആരോപിച്ച് സുബ്രഹ്മണ്യൻ സ്വാമി ഡൽഹി ഹൈക്കോടതിയെയും CBIയെയും സമീപിച്ചിരുന്നു. ഷോപ്പിൻ്റെ വിസിറ്റിംഗ് കാർഡ്, ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹങ്ങളും ചിത്രങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഉൾപ്പെടെയുള്ള ഫോട്ടോകളുമായിട്ടാണ് പരാതി ഉന്നയിച്ചത്. തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം CBI ഇറ്റാലിയൻ എംബസിക്ക് വിവരങ്ങൾ ആരാഞ്ഞ് കത്ത് നൽകിയെങ്കിലും മറുപടി ലഭിച്ചില്ല. 1993 സമാന സംഭവം ഉണ്ടായി. ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയെ മറയാക്കി ചെന്നൈയിൽ നിന്ന് ഇറ്റലിയിലേക്ക് അനധികൃതമായി പുരാവസ്തു കയറ്റുമതി ചെയ്തതിന് CBI കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അന്നും സോണിയാഗാന്ധിക്കെതിരെയായിരുന്നു ആരോപണം. അന്ന് പാർലമെന്റിലടക്കം വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ ഇത് വഴിവെച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ വാർത്ത എങ്ങനെ പോവാണ്. അതായത് സോണിയാഗാന്ധിയും അവരുടെ സഹോദരിയും അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയതിനെ തുടർന്നാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നത്, അല്ലെങ്കിൽ അതിന്റെ തുടക്കം അങ്ങനെയാണ് എന്ന് കൃത്യമായി വരുത്തുന്ന രീതിയിലാണ് ഇവിടെ ഈ വാർത്ത എഴുതിയിരിക്കുന്നത്. പക്ഷേ പറയൂ. ഏത് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഇത്ര ദിവസങ്ങളിലും ഈ ഒരു പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നവർ CPM അനുഭാവികൾ തന്നെയായിരുന്നു. അത്തരത്തിൽ തന്നെയാണ് ഇത് ചർച്ച മുന്നോട്ട് പോയിരുന്നതും. നമ്മൾ അനുഭാവികൾ എന്ന് പറഞ്ഞ് ചെറുതാക്കി കാണരുത്. പിണറായി അധികാരത്തിലേറിയതിന് പിന്നാലെ ദേവസ്വം പ്രസിഡന്റായിട്ടുള്ള പത്മകുമാർ, അദ്ദേഹം CPMന്റെ ജില്ലാ നേതാവായിരുന്നു. CPMന്റെ ഇപ്പോഴത്തെയും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അതുപോലെ തന്നെ വ്യക്തിയുമാണ്. ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ N വാസു എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് കമ്മീഷണർ, അതുപോലെ തന്നെ മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥർ, ഇവരൊക്കെ CPMന്റെ ആളുകളാണെന്നേ. ഇവരൊക്കെ CPMുമായി ചേർന്ന് നിൽക്കുകയും ഇവരെ തള്ളിപ്പറയാൻ ഇതുവരെ CPM തയ്യാറാവുകയും ചെയ്തിട്ടില്ല. ആ ഒരു ഘട്ടത്തിൽ ഇപ്പം നമ്മളെല്ലാവരും ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഈ ഒരു സ്വർണ്ണപ്പാളി എവിടെയാണ് പോയത്, അല്ലെങ്കിൽ എങ്ങോട്ടാണ്, ആരാണ് കടത്തിയതൊക്കെ സാധാരണക്കാർക്കിടയിൽ വ്യക്തമായൊരു ധാരണയുണ്ടായിരുന്നു. ഈ ധാരണയെ ഇപ്പോൾ ഈ പറയുന്ന രീതി ഒരു അന്താരാഷ്ട്ര തലത്തിലേക്ക് ഈ ഒരു സ്വർണ്ണപ്പാളി കവർച്ച കേസിനെ മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ജന്മഭൂമിയിലും അതുപോലെ തന്നെ കേരള കൗമുദിയിലും ഇത്തരത്തിലൊരു വാർത്ത വന്നിട്ടുണ്ട്. കേരള കൗമുദിയിൽ എവിടെയും തൊടാത്ത പരാമർശങ്ങളാണ്, എന്നാൽ വ്യക്തമായി തൊട്ടില്ല, എന്നാൽ ഇയാളാണ് എന്ന് പറയുന്ന പോലെയാണ് കേരള കൗമുദിയും വാർത്തകൾ കൊടുത്തിരിക്കുന്നത്. അല്ല, ജന്മഭൂമി എന്ന് പറയുന്നത് BJPയുടെ മുഖപത്രമാണ്. അതിൽ തന്നെ സോണിയാഗാന്ധിയെ ടാർഗറ്റ് ചെയ്തൊരു വാർത്ത വരുമ്പോൾ അതിന്റെ എന്താ പറയാ, BJPയുടെ നിലപാട് അതിൽ വ്യക്തമാണ്. ആ നിലപാടെന്ന് പറയുന്നത് CPMനെ സഹായിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, CJP എന്ന് പറയുന്ന BJPയുമായി CPMുമായിട്ടുള്ള ഡീൽ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു വരുന്നത് ഇത്തരത്തിൽ ഒരു വലിയ രീതിയിൽ ഒരു എന്താ പറയുന്നത് കാര്യങ്ങൾ വളച്ചൊടിച്ച് അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് എത്തിക്കാനുള്ള വലിയൊരു ശ്രമം നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാണല്ലോ ഈ ഒരു ന്യൂസ് പുറത്തു വന്നതോടുകൂടി. കൃത്യമായി സോണിയാഗാന്ധിയുടെ പേര് പറഞ്ഞു തന്നെ, അല്ലെങ്കിൽ അവരുടെ സഹോദരിയുടെ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞു തന്നെ വാർത്ത വരുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു രീതി പ്ലാനിങ് നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, ഞാൻ അവിടെയാണ് നേരത്തെ പറഞ്ഞത് മുതലെടുപ്പ് എന്ന് ഉദ്ദേശിച്ചത്. ഞാൻ ഇതിനകത്ത് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിപ്പോ സ്വർണ്ണക്കൊള്ള കേസിൽ ED ഇടപെടുന്നു, CBI ഇടപെടുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടാൻ പോവുകയാണെന്ന വാർത്ത വരുന്നു. അപ്പോൾ CBI എന്ന് മാത്രമല്ല, ഈ കടകംപള്ളി സുരേന്ദ്രന്റെ പേര് പലയിടത്തും ഉയർന്നു കേൾക്കുന്നുണ്ട് എങ്കിലും, കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്ന് വാർത്തകൾ വരുന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഇതുവരെ അറസ്റ്റിലായിട്ടുള്ള ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ ആളുടെ പേര് ഞാൻ പറഞ്ഞു, N വിജയകുമാർ. ഈ വിജയകുമാറിൽ തട്ടി അവിടെ നിൽക്കുക. അതിനുശേഷം ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കേണ്ട സമയം ആവാറായിട്ടുണ്ട്. ദിവസങ്ങൾക്കുള്ളിൽ കുറ്റപത്രം 60 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ഈ അറസ്റ്റിലായവർക്ക് സ്വാഭാവിക ജാമ്യം കിട്ടും. അവരെ കുരുക്കുന്നതിനുള്ള കൂടുതൽ തെളിവുകൾ പോലീസ് അന്വേഷണ സംഘം ഹാജരാക്കിയിട്ടില്ല. ഹൈക്കോടതി ഇടയ്ക്കിടയ്ക്ക് അന്വേഷണ സംഘത്തിന് നേരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അന്വേഷണ സംഘം കുറച്ച് ആളുകളെയൊക്കെ കൂട്ടി അന്വേഷണം വിപുലീകരിക്കുന്നു എന്ന ധാരണയൊക്കെ ഉണ്ടാക്കുന്നതല്ലാതെ കാര്യമായിട്ടുള്ള അടുത്ത ഘട്ടത്തിലേക്കുള്ള അന്വേഷണം നടക്കുന്നില്ല. അതേസമയം തന്നെ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ വരുന്നു, CBI വരുന്നു എന്ന നിലയിലേക്ക് വാർത്തകളും വരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ BJPയുടെ മുഖപത്രം ഇവിടെ നേരെ സോണിയാഗാന്ധിയിലേക്ക് സകല പഴിയും തിരിക്കുന്ന വിധത്തിലേക്ക്, സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നത് എന്ന് വരുത്തി തീർക്കുന്ന വിധത്തിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൊടുക്കുന്നു.
അവർ ഇതുവരെ ജന്മഭൂമിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ BJP കേന്ദ്രങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ സുരേന്ദ്രനൊക്കെ ഇന്നലെ പ്രസ് മീറ്റ് വിളിച്ചിട്ട് സോണിയാഗാന്ധിയും ഉൾപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് പണം തട്ടിയെടുത്തു, അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയാണ്, സ്വർണ്ണ മാഫിയയാണ് എന്നൊക്കെ പറയുമ്പോൾ BJP-ക്കാരൊക്കെ ഇപ്പം അങ്ങനെ പറയുമ്പോൾ CPM-ന്റെ പങ്കിനെക്കുറിച്ച് വളരെ മൈൽഡായിട്ടാണ് BJP സംസാരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരളത്തിൽ സർക്കാരിനെതിരെ, പിണറായിക്കെതിരെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ വലിയ സമരങ്ങൾ നടത്തിയത് കോൺഗ്രസ്സുകാരാണ്. അതിൻ്റെ പേരിൽ അകത്ത് ജയിലിൽ പോയി കിടന്നിട്ടുള്ള സന്ദീപ് വാര്യരെ പോലുള്ള നേതാക്കളാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൊക്കെ തീപാർന്ന സമരങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ആ വിഷയത്തിൽ നിന്നുള്ള പിടി ഇതുവരെ വിട്ടിട്ടില്ല. അവർ കൃത്യമായി സർക്കാരിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസം നേടിയെടുക്കുന്ന വിധത്തിൽ ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ BJP ആദ്യഘട്ടത്തിൽ കുറച്ച് പ്രതിഷേധം നടത്തിയത് ഒഴിച്ചാൽ പിന്നെ ഒരു ശക്തമായ സമരവും സർക്കാരിനെതിരെ നടത്തിയിട്ടില്ല. BJP-യും ടാർഗറ്റ് ചെയ്യുന്നത് കോൺഗ്രസിനെയാണ് ഇവിടെ. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കുക, പിണറായി സർക്കാരിന് തുടർഭരണം കിട്ടുക എന്നുള്ളതാണ് BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അങ്ങനെ വന്നാൽ കോൺഗ്രസിനെ പരിപൂർണമായി ഇല്ലാതാക്കിക്കൊണ്ട് പ്രതിപക്ഷത്തേക്ക് വരാം. അടുത്ത ടൈമിൽ നേരിട്ട് അധികാരം പിടിക്കാം. വലിയ വെല്ലുവിളികളൊന്നും ഉണ്ടാകില്ല. BJP-യുടെ സംഘടനാ സംവിധാനം ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ അതിശക്തമാക്കാം എന്ന ഒരു നിലയിലാണ് BJP വിലയിരുത്തുന്നത് കാര്യങ്ങളെ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ CPM-നെതിരെ കടന്നാക്രമിക്കാൻ പറ്റുന്ന വലിയൊരു അവസരം വന്നിട്ടും BJP അത് നേരെ കോൺഗ്രസിൻ്റെ തലയിലേക്ക് ഇട്ടിട്ട് സോണിയാഗാന്ധിയെ പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഇനി CBI പോലുള്ള ഏജൻസികൾ വന്നാലൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ഉണ്ടാവുക? SIT-ക്ക് മേലെ CBI വന്നു കഴിഞ്ഞാൽ ഈ കോൺഗ്രസുമായി ഇപ്പോൾ ദേശീയ തലത്തിലാണെങ്കിൽ BJP-യെ സംബന്ധിച്ച് സോണിയാഗാന്ധിക്കെതിരെ ഒരു കേസ് കിട്ടിയാൽ അവർ രാജ്യവ്യാപകമായി ഇത് ആഘോഷമാക്കും. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി വോട്ട് ചോരി അടക്കമുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുമ്പോൾ പാർലമെൻറ്റ് സെഷനൊക്കെ വരുന്ന സമയത്ത് സോണിയാഗാന്ധിക്കെതിരെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണം BJP വലിയ തോതിൽ ഉയർത്തുമ്പോൾ CPM ഇതിൽ നിന്ന് തന്ത്രപരമായി ബാക്കോട്ട് പോകും. ഇപ്പോൾ SIT കൃത്യമായ കുറ്റപത്രം കൊടുത്തിട്ടില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം ഈ പറയുന്ന ആളുകൾക്ക് ലഭിച്ചാൽ, ഈ പ്രതികളായിട്ടുള്ള ആളുകൾക്ക്, അകത്തുപോയി കിടക്കുന്ന ആളുകൾക്ക് ലഭിച്ചാൽ പിന്നെ അവരെ വാഴ്ത്തുന്ന നിലയിലുള്ള വാഴ്ത്തുപാട്ടുകളായിരിക്കും CPM കൊണ്ടുവരിക. അവർക്ക് ഇരകളുടെ പരിവേഷം കൊടുക്കും. ഇപ്പോൾ ഗോവിന്ദ മാഷ് നേരത്തെ പറഞ്ഞതുപോലെ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ കോടതിയുടെ അന്തിമ വിധി വരുന്നത് വരെ ഞങ്ങളൊന്നും ചെയ്യില്ല എന്ന മട്ടിലാണ് പറഞ്ഞത് ഗോവിന്ദ മാഷൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഈ ശബരിമല വിഷയത്തിൽ നിന്ന് വഴിമാറ്റുന്ന വിധത്തിൽ കേരളത്തിൽ വർഗീയ ചർച്ചകൾ വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ വെള്ളാപ്പള്ളിയെ അഴിച്ചുവിട്ടിരിക്കുകയാണ് CPM. വെള്ളാപ്പള്ളി വായി തോന്നിയിടത്തൊക്കെ പോയി മുസ്ലിം വിരോധം പറയുകയാണ്, മലപ്പുറം വിഷയം പറയുകയാണ്. അപ്പോൾ യഥാർത്ഥ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് വിഷയം നേരെ ഡൈവേർട്ട് ചെയ്ത് ഈ വെള്ളാപ്പള്ളി വിഷയത്തിലേക്ക് വരികയാണ്. അങ്ങനെ വെള്ളാപ്പള്ളി വിഷയം ആളിക്കത്തുമ്പോൾ BJP-യുടെ തീവ്ര നിലപാടുകൾ, തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ, BJP-യുടെ നിലപാടാണ് ശരിക്കും മലപ്പുറത്തിനെതിരെ, മുസ്ലിങ്ങൾക്കെതിരെയൊക്കെ ഈ PC ജോർജൊക്കെ പറയുന്ന പോലെ വെള്ളാപ്പള്ളിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത് BJP-ക്കായിരിക്കും. എന്ന് മാത്രമല്ല, CPM-നെതിരായി വരുന്ന സ്വർണ്ണക്കൊള്ളയിലെ ആരോപണങ്ങളൊക്കെ വളരെയധികം മൈൽഡാക്കി മൊത്തത്തിൽ ശ്രദ്ധ തിരിക്കാനായിട്ട് BJP ശ്രമിക്കുന്നുണ്ട്. സോണിയാഗാന്ധിക്കെതിരായ കടന്നാക്രമണത്തിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. സർവവും സോണിയാഗാന്ധിയുടെ തലയിലേക്ക് വെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് LDF നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നുണ്ടല്ലോ. അതെ.